ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നയമെന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പുതിയൊരു നിലയാണ് ഇക്കഴിഞ്ഞ നിയമസഭയിലുണ്ടായത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇന്നലെ അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ കണ്ടത്. നാം കാണേണ്ടത് നിയമസഭയ്ക്ക് നിയമസഭയുടേതായ നടപടിക്രമങ്ങളുണ്ട്, വ്യക്തമായ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ധനകാര്യ ബിൽ സഭയിൽ പാസ്സാക്കുന്ന നിലയുണ്ടായത്. പുതുക്കിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ നിയമസഭയിൽ വന്നപ്പോൾ അതിൽ ധനകാര്യ ബില്ലുണ്ടായിരുന്നില്ല. അത് പിന്നീട് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെ സഭയിലും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ കാര്യോപദേശ സമിതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചതും ഇതേ നില തന്നെയായിരുന്നു. കാരണം ബജറ്റ് പൂർണ്ണമായിട്ട് പാസ്സാക്കിയതാണ്.